ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനേ അപ്പച്ചിക്കുള്ള ചായ കൊടുത്തിട്ട് വരാം. ആരാത്? വെറുതെ ഒരു രസത്തിന് തമാശ. ചന്ദ്രു, 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 ഒന്ന് എഴുന്നേക്ക് ചന്ദ്രു. ചന്ദ്രികേ, എന്താ മാധവേട്ട? ആരോ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. ആരാ മാധവേട്ട? പുറത്ത് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അയ്യോ, പക്ഷെ ഒരു രൂപ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാ. ഭഗവാനെ, നീ വേഗം അലമാര തുറന്ന് ആ പൈസ എവിടെ ഉണ്ടോ നോക്ക്. വേഗം നോക്ക്. ഉണ്ടോ മാധവേട്ട? നീ ഒന്ന് എണ്ണി നോക്കിയേ. എല്ലാം ഉണ്ടോ മാധവേട്ട? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാധവേട്ടന് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ലെന്നേ, എനിക്ക് തോന്നിയൊന്നും അല്ല. ഇനി ഈ പണം ഇവിടെ സൂക്ഷിക്കുന്ന അത്ര സുരക്ഷിതമല്ല. പറ്റുമെങ്കിൽ നാളെ തന്നെ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെ, മാധവേട്ടന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ അത് തന്നെയാ നല്ലത്. അതെ. നാണമില്ലേ നിങ്ങക്ക്? സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ പോയിരിക്കുന്നു. ഏതായാലും ആരും കണ്ടുപിടിക്കാത്തത് കാര്യമായി. അല്ലെങ്കിൽ കള്ളന്റെ മോനെന്ന് ഈ കിടക്കുന്ന കൊച്ചിനെ നാട്ടുകാരെ ഇരട്ടപ്പേരിട്ട് വിളിച്ചേനെ. സ്വയം പുച്ഛം തോന്നില്ലേ നിങ്ങക്ക്? എന്തിനു പുച്ഛം തോന്നണം? ആ പണം കൊണ്ടുപോയി ഇളയ മകൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റുന്നതിൽ എനിക്കൊരു ആത്മനിന്ദയും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് പകലത് അച്ഛനോട് പറഞ്ഞു വാങ്ങണമായിരുന്നു. അല്ലാതെ രാത്രി കയറി മോഷ്ടിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് നേരാ ഉള്ളത്? എനിക്ക് ഏറ്റവും വേണ്ടത് പണമാണടി, പണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പണമില്ലെങ്കിലേ ഞാനും നീയുമൊക്കെ വെറും പിണമാടി, പിണം. മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. നാശങ്ങള്. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി കിടന്നോളാം. എന്താടി സുമലതേ, ഒരു ചായ കുടിക്കണമെങ്കിൽ മണിക്കൂറുകളോളം തപസ്സിരിക്കണം.
അപ്പച്ചി ചായ ചോദിക്കുന്ന നീ കേട്ടില്ലേ? നിന്നെ പോലെ പട്ടിണിയും പരിവട്ടമുള്ള വീട്ടിൽ വളർന്നതല്ല അപ്പച്ചി. എല്ലാത്തിനും ഒരു നേരവും കാലവും ചിട്ടയും ഒക്കെ സൂക്ഷിക്കുന്നവരാ. ഇന്ന് സംഭവിച്ചിരിക്കട്ടെ, നാളെ മുതൽ നേരത്തെ ചായ കൊടുത്തിരിക്കണം. ഞാനിപ്പോ കൊടുക്കാം. നേരത്തെ ഇട്ട് വെച്ചാ തണുത്തു പോയല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്ക് അപ്പച്ചിയുടെ ശീലങ്ങളൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വന്ദനയുടെ വീട്ടിലുള്ള ആ കിളവിയെ പോലെയൊന്നും അല്ല. നല്ല വൃത്തിയും വെടുപ്പുള്ള ഇനമാണെന്ന്. വേഗം ആവട്ടെ, ഇപ്പൊ റെഡിയാക്കാം. ഞാനേ അപ്പച്ചിക്കുള്ള ചായ കൊടുത്തിട്ട് വരാം. അയ്യോ, അറിയാതെ കൈതട്ടിപ്പോയതാ. സോറി. സാരല്ല, നീ ഒരു കാര്യം ചെയ്യും. ആ ചായ ഇവിടെ വെച്ചിട്ട് താഴെ വീണ ചായ ഒന്ന് തുടച്ചു മാറ്റും. അല്ലെങ്കിൽ അമ്മ ഒന്ന് കണ്ട പ്രശ്നമാവും.